ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് കോട്ടയത്താണ്. കോട്ടയം ഉൾപ്പെടെയുള്ള മധ്യ കേരളത്തിന്റെ ഭാഗങ്ങളിൽ ഒരു വീടുകളിലും മക്കൾ വീട്ടിലില്ല. കഴിഞ്ഞ 7.5 വർഷം മുമ്പ് പട്ടി കയറി കിടന്നതും പാമ്പ് കടിച്ചതും പാമ്പ് നിന്നതും മഴയെ തൊലിക്കുന്നതും ചുതലരിച്ചതും കക്കൂസുകളില്ലാത്തതും വാതിലുകളില്ലാത്തതും ജനലുകളില്ലാത്തതുമായ സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പേടിച്ചോടിക്കൊണ്ട് നവോത്ഥാന കാലഘട്ടത്ത് അയ്യങ്കാളി പഞ്ചമിയെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലത്തിലെ സ്കൂളിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ അമ്പലത്തിന്റെ സ്കൂളിൽ ആ ബെഞ്ച് കത്തിച്ച സവർണ മേധാവിത്വത്തിന്റെ മുന്നില് പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ട് ഭരിച്ചപ്പോഴും VD സതീശൻ പറഞ്ഞ ക്രിയാത്മകതയല്ല, അല്ലാത്ത ക്രിയാത്മകത ശരിയായ രീതിയിൽ രാഷ്ട്രീയ രംഗത്ത് പ്രയോഗിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ മാനവികതയെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഇനി ഒരാൾ എഴുതി. രാമായണം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ ഒരാളെ പറയാം. അധ്യാത്മരാമായണം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാളെ പറയും, നമ്മളുടെ പ്രിയപ്പെട്ട എഴുത്തച്ഛനെ പറയും. എന്ന് പറയുന്ന പോലെ മഹാഭാരതം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ഒരു പേര് പറയാനില്ലാത്തത് കൊണ്ട് വിശ്വാസി എന്ന് പറയുന്ന ആളാണ് ഏറ്റവും വലിയ വിശ്വാസി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ, തർക്കിക്കാനും ക്രൂശിക്കാനും ഒന്നും വരണ്ട. വേണമെങ്കിൽ മുഖ്യമന്ത്രി മാത്രം പോയിട്ട് വരെ വേറെ ആരും പോകണ്ട. കാരണം മുഖ്യമന്ത്രി പോകുന്ന ടൂറിനാണല്ലോ എന്നാണല്ലോ പറയുന്നത്. തണുപ്പ് രാജ്യത്ത് വയോവൃദ്ധനായ, ഞാൻ അങ്ങനെ പറഞ്ഞതിന് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. മുഖ്യമന്ത്രിക്ക് പ്രായമായി എന്ന് പറഞ്ഞിട്ട് സഖാവ് പിണറായി വിജയന് പ്രായമായി. കൂട്ടത്തിൽ പണിയെടുക്കുന്ന മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞത് ദൈവം ലോകത്തിന് നൽകിയ വരദാനമാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഓരോ ജനതയുടെയും വികാരമാണ്. നമുക്കൊരു തോണി ഉണ്ടാക്കാം. നമ്മുടെ ശില്പിയോട് പറയാം, സ്നേഹം കൊണ്ടൊരു തോണി ഉണ്ടാക്കാം. എന്തിന്? കാലത്തിനക്കരെ പോവാൻ. സ്നേഹം കൊണ്ടൊരു തോണി ഉണ്ടാക്കി കാലത്തിനക്കരയ്ക്ക് പോകാം എന്നിന്ന് ഉറക്കെ പറയാൻ പറ്റുന്ന ഏറ്റവും സംഘത്തിൻ്റെ സംഘടനാപരമായ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന, അല്ല പറഞ്ഞേ മതിയാകൂ എന്ന് ചിന്തിക്കേണ്ട സംഘം പുരോഗമന കലാസാഹിത്യ സംഘമാണ്. അത് കേരളം പ്രൂവ് ചെയ്തതാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ നമ്പൂരിയോട് മനുഷ്യനാവാനും മനുഷ്യനോട് കമ്മ്യൂണിസ്റ്റ് ആവാനും ഈ നാട് പറഞ്ഞപ്പോൾ ഈ നാടിൻ്റെ മാനവികത, ഈ നാടിൻ്റെ ഇടതുപക്ഷ സ്വരം, ഇടതുപക്ഷ ചിന്ത കാലങ്ങൾക്ക് മുമ്പേ ഉണ്ട് എന്ന് നമ്മളെ കൊണ്ട് പരസ്യമായി പറയിപ്പിച്ചത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ നാടകമാണ്. ഭാഷാടിസ്ഥാനത്തിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാന രൂപീകരണത്തിന് ശേഷം, ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രഹസ്യ ബാലറ്റിലൂടെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറുന്ന സമയത്ത് വിദേശ ജേർണലിസ്റ്റുകൾ നടത്തിയ ഒരു സർവേയിൽ അതിൻ്റെ കാരണമാണ് തേടിയത്. എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒളിവിൽ നിന്ന് തെളിവിലേക്ക് വന്നിട്ട് അധിക കാലമാകാത്ത ഒരു സമയത്ത് എന്തുകൊണ്ട് രഹസ്യ ബാലറ്റിലൂടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ ഹിതമാണത്, ജനങ്ങളുടെ ആഗ്രഹമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു? അതൊരു വലിയ ചോദ്യമാണ്. ചിന്തിക്കുമ്പോൾ അന്ന് ഇന്ത്യയിൽ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നത് ആന്ധ്രയിലാണ്. ആ ഒരു സാഹചര്യത്തെയും മറിച്ചു നിർത്തിയിട്ട് കേരളത്തിൽ എന്തുകൊണ്ട്? അവർ കണ്ടെത്തിയ ഉത്തരം മറ്റൊന്നുമായിരുന്നില്ല. കേരളത്തിൽ ഏതാണ്ട് 5000-ഓളം വേദികളിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലുമായിട്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കളിച്ചിരുന്നു. കലാസാംസ്കാരിക മാധ്യമങ്ങളുടെ സ്വാധീനം, നമ്പൂരിയിൽ നിന്ന് മനുഷ്യനാവാൻ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം വീട്ടിൽ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. യോഗക്ഷേമ സഭ വളരെ സജീവമായി നാടക പ്രസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ വിരിമാറിലേക്ക് മറക്കുടയുടെ മറവിൽ നിന്നുകൊണ്ട് ഓലപ്പഴുതുകൾക്കിടയിലൂടെ സ്ത്രീകൾ നാടകം കണ്ട സമയത്ത്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാൻ കൊതിച്ചിരുന്ന സ്ത്രീകളുടെ സമയത്ത്
നമ്പൂരിയിൽ നിന്ന് മനുഷ്യനാവാൻ പറഞ്ഞെടുത്ത് മനുഷ്യനിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ആവണം എന്ന ചിന്ത അന്നേ ഉറപ്പിച്ച കേരളമാണിത്. കേരളം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സാണ് എന്ന് കേരള സംസ്ഥാന രൂപീകരണം ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കി, ലോകം മനസ്സിലാക്കി. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നടത്തത്തിൽ കേരളം ഒപ്പം നടന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നടത്തം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മൂല്യങ്ങൾ രാഷ്ട്രീയപരമായി നടപ്പാക്കപ്പെടാൻ പോകുന്ന ഒരു ഇന്ത്യയുടേതായിരുന്നു. അധകൃതന്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ വേണം നാടിന്റെ ഉന്നതിയിലേക്ക് നാട് പോകാൻ എന്ന് പറഞ്ഞ ദളിതനായ അംബേദ്കറുടെ ഭരണഘടന ഇന്ത്യയെ നയിച്ചു തുടങ്ങിയപ്പോൾ സ്കൂളിനകത്ത് പോയിട്ട് ക്ലാസ് മുറിയുടെ മൂലയിൽ ഇരുന്ന് പഠിച്ച അംബേദ്കറിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യയുടേതാണെന്ന് ഇന്നും നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളുടെ എല്ലാ നന്മകളും ഭരണക്രമത്തിലെ ഏറ്റവും നല്ല വശങ്ങളും സ്വീകരിച്ചുകൊണ്ടൊരു ഭരണഘടന ഇവിടെ ഉണ്ടായപ്പോൾ ഇന്ന് അതിൻ്റെ പേരിൽ ഭരണകൂടത്തിന്റെ വിമർശനം ഭരണഘടന ഏറ്റുകൊണ്ടിരിക്കുക. ഇന്ത്യയുടെ തനത് ഭരണഘടനയല്ല. ഭരിക്കുന്ന വർഗം എന്ന് പറയുന്നത് അതാണ്. ഫാസിസ്റ്റ് വർഗീയ ഭരണകൂടം ഭരണഘടനയെ തള്ളിപ്പറയാൻ വേണ്ടി പറയുന്ന ആദ്യത്തെ വാദം ഇത് പരിപൂർണമായി ഇന്ത്യയുടേതല്ല. കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് അങ്ങനെ പറയാൻ പറ്റും. കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് അങ്ങനെ പറയാൻ പറ്റും. നമ്മേക്കാൾ മുൻപേ ലോകത്തിന്റെ വികസന ഇടങ്ങളിലേക്ക് നടന്നിട്ടുള്ള രാജ്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെന്നും ആ രാജ്യങ്ങൾ മുന്നോട്ട് നടക്കുമ്പം അവിടെ ഉണ്ടായിരിക്കുന്ന ഭരണക്രമങ്ങളുടെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്നും മാനവികതയെയും മനുഷ്യനെയും സംരക്ഷിക്കുന്ന ഇടത്ത്, അവരെ ഭരിക്കുന്ന ഇടത്ത് അത് ഏതേത് വശങ്ങളിൽ ചേർന്ന് നിന്നിട്ടുള്ളതാണെന്നും അറിയുന്നിടത്താണ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന നയപരിപാടികൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാകുന്നത്. നാളെ കേരളവും വിട്ട്, ഇന്ത്യയും വിട്ട്, ചൈനയും വിട്ട്, പാകിസ്ഥാനും വിട്ട് ഗ്ലോബലൈസേഷന്റെ ഒരു വലിയ ഇടത്തിലേക്ക് ഇന്ത്യയുടെ ജനത ഏറ്റവും വലിയ മാനവിക കായിക ശേഷിയുള്ളതായിട്ട് പ്രയാണം ചെയ്യുമ്പോൾ, വിഹായസിലേക്ക് പറക്കുമ്പോൾ അവനെ പറത്താൻ പറ്റുന്ന കെട്ടുറപ്പുള്ള ആശയങ്ങളുടെ ഭരണഘടന ഇന്ത്യയിൽ ഉണ്ടാവണമെന്ന് ഭരണഘടനാ ശില്പികൾ അന്ന് വിചാരിച്ച അവരുടെ ചിന്തയുടെ വലിപ്പമാണ് ഇന്നും നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന. ഒറ്റ വാക്കേ ഉള്ളൂ പറയും, ഏറ്റവും ബൃഹത്തായ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് ഉത്തരങ്ങളുണ്ട് പറയാൻ. ഏറ്റവും ബൃഹത്തായ ഡോക്യുമെന്റേഷൻ ഏതാ? മഹാഭാരതമാണ് പറയുന്നത്. ഇതൊക്കെ അങ്ങ് ഹൈജാക്ക് ചെയ്യുക. വർഗീയ ഫാസിസ്റ്റുകൾ ഇന്ത്യയുടെ സംസ്കാരം പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റേഷനുകളും കാവ്യങ്ങളും സമാഹാരങ്ങളും ഇതിഹാസങ്ങളും മിത്തുകളും എല്ലാത്തിനെയും ഒരേപോലെ വർഗീയതയുടെ ഇടങ്ങളിലേക്ക്, എന്തിന് പയ്യന്നൂരും കണ്ണൂരും ഒക്കെ വന്ന് നിൽക്കുമ്പോൾ തെയ്യത്തിന്റെ ഒരു ചിത്രം പോലും, തെയ്യം പോലും ഹൈജാക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വർഗീയത കാലികമായി അതിൻ്റെ കരാളമായ വലിയ ചിറകുകൾ പറത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നിട്ടാണ് ഭരണഘടനയുടെ ഒരു ബഹുമുഖമായ വികസിത രൂപം, ബൃഹത്തായ ഇടം. ഈ ബൃഹത്തായ മഹാഭാരതം പറയുന്നതിൻ്റെ രചനാ രീതി എവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്, എവിടെ അവസാനിക്കുന്നുണ്ട്? വ്യാസന് വേണ്ടി മഹാഗണപതി എഴുതിയെന്ന് പറയുമ്പോൾ കൃത്യമായി ഒരു റൈറ്റർ നിൽക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഒരാൾ എഴുതി, രാമായണം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ ഒരാളെ പറയാം. അധ്യാത്മരാമായണം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാളെ പറയും, നമ്മളുടെ പ്രിയപ്പെട്ട എഴുത്തച്ഛനെ പറയും. എന്ന് പറയുന്ന പോലെ മഹാഭാരതം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ഒരു പേര് പറയാനില്ലാത്തത് കൊണ്ട് നമ്മൾ വ്യാസന് വേണ്ടി മഹാഗണപതി എഴുതി എന്ന് പറയുന്നു. BC 4000 മുതൽ BC 13,000 മുതൽ AD 950 വരെ രേഖകളുടെ ലിഖിതങ്ങൾ സൂക്ഷിക്കുന്ന മഹാഭാരതത്തിന് അങ്ങനെ ഒരാളുടെ എഴുത്തില്ല.
കാലവേദങ്ങൾ കടന്നു വന്ന് ഡോക്യുമെന്റേഷനിൽ ചേർന്ന് നിൽക്കുന്ന ഒരു മഹാലിഖിതമായിട്ട്, ചിന്തയായിട്ട്, ചിന്താ പദ്ധതിയായിട്ട്, ഒരു ചിന്താ വ്യാപാരമായിട്ട് നിൽക്കുന്ന മഹാഭാരതം എത്ര ബൃഹത്തായി എന്ന് പറയുന്നുവോ അതേപോലെ ബൃഹത്താണ് എന്ന് പറയുന്ന ഒരു ഭരണഘടന ലോകത്തുള്ളത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഇന്ത്യൻ ഭരണഘടന ലോക മാനവികതയുടെ മുഴുവൻ സാരാംശങ്ങളെ, എസൻസുകളെ, ലോക മാനവികതയെ ഏറ്റവും സ്നേഹാർദ്രമായിട്ട്, ഏറ്റവും പുരോഗതിയുടെ ചിന്തയിൽ, ഏറ്റവും ശാസ്ത്രബോധത്തോടു കൂടി ലോകത്തെ മുന്നോട്ട് കരുപിടിപ്പിക്കാൻ, നടത്താൻ ഏത് രീതിയിൽ ഉപകരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ രേഖയാണ്, ചട്ടമാണ്, ചിട്ടയാണ്, അനുശാസനങ്ങളാണ്. അതില്ലാത്ത ഇന്ത്യ വട്ടപൂജ്യമാണ്. അവിടെയാണ് പറയുന്നത് എവിടുന്നൊക്കെയോ കടം കൊണ്ടതാണ്, ഇന്ത്യയുടെ സംസ്കാരമല്ല എന്ന് പറഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തിയാണ് കേരളത്തിനെതിരെ വാളോങ്ങുന്നത്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് കേരളം വളർന്നു കഴിഞ്ഞു. കാരണം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം നടന്നു, കേരളം എന്ന നടപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ലോകമാനവികതയുടെ ഏറ്റവും വലിയ തിയറി ആയിരിക്കുന്ന, റിസർച്ച് ആയിരിക്കുന്ന, ഗവേഷണമായിരിക്കുന്ന 1800-കൾ മുതൽ തുടങ്ങുക, മാർക്സിലും ഏഗൻസിലും ലെനിനിലും തുടങ്ങി ഏറ്റവും വലിയ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ റിസർച്ചിന്റെ ഫലമായി തൊഴിലാളിയും അധ്വാനിക്കുന്നതിനും അടിസ്ഥാന വർഗങ്ങളും കർഷകനും കർഷക തൊഴിലാളിയും വ്യവസായികളും എല്ലാവരും ഒരു രാഷ്ട്രീയ സംഹിതയിൽ വരുമ്പോൾ ഏതേതിടത്ത് എങ്ങനെയെല്ലാം ആയിരിക്കണമെന്ന് കാലദേശങ്ങളെ പുതുക്കി ഏത് കാലത്തിനും പുതുതായി മുന്നോട്ട് നയിക്കാനുള്ള ഇച്ഛാശക്തിയാകുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസവും മാർക്സിസവും ആണെന്നുള്ള ഉറപ്പ് കേരളം അന്നുണ്ടായതാണ്. അതിനി പിന്നോട്ട് നടക്കാൻ പറ്റില്ല. എന്നുള്ള ഉറപ്പാണ് ഇന്ന് കേരളം ഭരിക്കുന്ന LDF സർക്കാർ നമ്മളോട് പറഞ്ഞ LDFന്റെ ഉറപ്പ്. അവിടെയാണ് ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയും ഒപ്പം നടന്ന ഒരു രാജ്യമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പേ ഉണ്ടായിരുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ മൂല്യബോധത്തോടും കൂടി സതി നിർത്തലാക്കിയ, വിധവാ വിവാഹത്തിന് സപ്പോർട്ട് ചെയ്ത, ബാലവിവാഹം നിർത്തലാക്കിയ എന്നു തുടങ്ങി പുരോഗതിയുടെ എല്ലാ പാതയിലേക്കും വേണ്ടാത്ത അരാതായ്മകളെ, തൊട്ടുകൂടായ്മകളെ, തിണ്ടിക്കൂടായ്മകളെ, ബ്രാഹ്മണ്യത്തിന്റെ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ബ്രാഹ്മണ്യത്തിന്റെ അധികാര പർവ്വങ്ങളെ എല്ലാം തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് അയ്യങ്കാളിയും ശ്രീനാരായണനും വാഗ്ദാനന്ദനും ഒക്കെ നടന്നു വഴിയെ വന്ന ഒരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ മുന്നോട്ട് തന്നെ ആയിരുന്നു. വിശ്വാസിയെയും അവിശ്വാസിയെയും ഒരേപോലെ ചേർത്ത് നിർത്തിയ ഭരണഘടന, വിശ്വാസിയെയും അവിശ്വാസിയെയും ഒരേപോലെ ചേർത്ത് നിർത്തുന്ന ഇന്ത്യ. സത്യത്തിൽ അവിശ്വാസി എന്ന് പറയുന്ന സാധനം ഇൻവേർട്ടഡ് കോമയിൽ അങ്ങനെ ഒന്നുണ്ടോ? അവിശ്വാസി എന്ന് പറയുന്ന ആളാണ് ഏറ്റവും വലിയ വിശ്വാസി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. തർക്കിക്കാനോ ക്രൂശിക്കാനോ ഒന്നും വരണ്ട. കാരണം ഇത്തരം ഇമേജുകളിൽ, ഈശ്വരൻ എന്ന ചിന്തകളിൽ, അത്തരം സങ്കല്പങ്ങളിൽ, അതുപോലെ ഉണ്ടാകുന്ന എവിടെയോ മറഞ്ഞിരിക്കുന്ന ഏതോ ഒരു അധീശമായ ഒരു ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനപ്പുറം സ്വന്തം ആത്മബോധത്തെ, സ്വന്തം കർമ്മത്തെ, സ്വന്തം നട്ടെല്ലിനെ, സ്വന്തം നിലപാടിനെ, സ്വന്തം ഇച്ഛാശക്തിയെ വിശ്വസിക്കുന്നവനാണ് ഏറ്റവും വലിയ വിശ്വാസി. അപ്പൊ അത്തരം ഏത് വിശ്വാസിയെയും ചേർത്ത് പിടിക്കുന്ന ഭരണഘടന നമുക്കുള്ളപ്പോ സ്വന്തം ചേതനയിൽ, സ്വന്തം സ്വത്വത്തിൽ വിശ്വസിക്കാതെ മറ്റേതൊക്കെയോ സങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ, ഏതൊക്കെയോ അല്ല, ഒരേ ഒരു സങ്കല്പത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുടേതാണ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങിയോ അന്ന് ഇന്ത്യ പുറകോട്ട് നടന്നു. മുന്നോട്ട് ഏറ്റവും ഊക്കത്തിൽ, ഏറ്റവും ആയത്തിൽ, ഏറ്റവും വേഗത്തിൽ സമർത്ഥമായി പോയിരുന്ന ഇന്ത്യ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഏറ്റവും വലിയ മാനവശേഷി എന്ന് പറഞ്ഞിരുന്ന ഇടങ്ങളിൽ നാസയിൽ പോയാൽ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ മലയാളികൾ മുന്നിൽ നിൽക്കുന്നു, ഇന്ത്യക്കാർ മുന്നിൽ നിൽക്കുന്നു.
സൂര്യൻ അസ്തമിക്കാത്ത ലോകത്തിന്റെ ഇടങ്ങളിൽ, വികസന ഇടങ്ങളിൽ, അവരുടെ ശാസ്ത്ര പന്ഥാവുകളിൽ, അവരുടെ ജോലിയുടെ ഇടങ്ങളിൽ, അവരുടെ ആതുര സേവന രംഗത്ത്, അവരുടെ ആശുപത്രികളിൽ, അവരുടെ വിദ്യാലയങ്ങളിൽ എവിടെയും ഏറ്റവും കർമ്മകുശലതയോടുകൂടി പണിയെടുത്ത് വരുന്നവരെ തെരഞ്ഞാൽ മലയാളി അടക്കമുള്ള ഇന്ത്യക്കാരെ കാണുന്നു. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഇടങ്ങളെ തിരയുമ്പോൾ അത് രണ്ടാമത്തെ ഇടം ദുബായ് ആണെന്ന് പറയുമ്പോൾ ദുബായിലെ രാജാവ് പറയുന്നു ദുബായിയെ ദുബായ് ആക്കിയത് മലയാളിയാണെന്ന് പറയുന്നു. നമ്മളുടെയൊക്കെ വീട്ടിലെ സഹോദരന്മാരും സഹോദരിമാരും പോയി എടുക്കുന്ന പണിയാണ്, അവർ കൊടുക്കുന്ന സംഭാവനയാണ് ലോകത്തിൽ ഏറ്റവും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം അംഗീകരിക്കുന്നത്. ആ കേരളത്തിനോടോ എന്തിനാ ബാല അല്ലേ? എന്നോടോ ബാല, എന്നോടോ ബാല, അത് തന്നെയാണ്. ഇത്തരം ഇടങ്ങളിൽ, ചിന്തകളിൽ, പുരോഗമന ആശയങ്ങളിൽ, വികാസ ഇടങ്ങളിൽ, ബൗദ്ധിക ഇടങ്ങളിൽ, അറിവിന്റെ ഇടങ്ങളിൽ, പഠനത്തിന്റെ ഇടങ്ങളിൽ, നിരീക്ഷണങ്ങളുടെ ഇടങ്ങളിൽ ഒക്കെ കേരളത്തെക്കാൾ എത്രയോ ബാലിശമായി നിൽക്കുന്ന സംഹിതകളാണ് കേരളത്തോട് വെല്ലുവിളിക്കാൻ വരുന്നത്. അവിടെ നമുക്ക് ചോദിച്ചേ പറ്റൂ, എന്നോടോ ബാല. ഇവിടെ എല്ലാം ഇത് കേരളം നട്ട് നനച്ച് വളർത്തിയത് മാനവികതയുടെ ഇടം തന്നെയാണ്. മാനവികത ആ പദമാണ്. ഇത്തിരി വ്യത്യാസമുണ്ട്. മനുഷ്യത്വവും മാനവികതയും തമ്മിൽ എന്തോ ഒരു ചെറിയ വ്യത്യാസം കേൾക്കുന്നിടത്തുണ്ട്. ഉണ്ടോ? ശബ്ദധാരാവലി എടുത്ത് നോക്കിയാലുള്ള വ്യത്യാസം എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ ഒരു കേൾവിക്ക് മനുഷ്യത്വവും മാനവികതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മനുഷ്യത്വം ചിലപ്പം എന്നിൽ മാത്രമുള്ള ഒരിടമായിരിക്കാം. മാനുഷികമായതിൽ ആസ്തരവും അസൂയയും കുശുമ്പും സ്പർദ്ധയും ദേഷ്യവും, ഒരാളെ ദേഷ്യപ്പെട്ടാലും ചോദിക്കാം മനുഷ്യനല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും. ഒരെണ്ണം പൊട്ടിച്ചിട്ട് നിൽക്കുന്ന, ഇങ്ങനെ കലി കയറി നിൽക്കുന്നവനോട് നമ്മൾ മനുഷ്യനല്ലേ, ചില സമയം ഇങ്ങനെയൊക്കെ ആയിപ്പോകും. പക്ഷെ മാനവികത, ഇതിനെല്ലാം അപ്പുറം. ഈ മനുഷ്യനെ, മനുഷ്യത്വത്തെ ഏറ്റവും ഫിൽട്ടർ ചെയ്ത് അതിനെ ഒരു മൂല്യത്തെ ചേർത്ത് വെച്ച് അതിനെ ഒരു സ്നേഹത്തോട് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഏറ്റവും ആർദ്രമായ ഹൃദയത്തിനോട് ഏറ്റവും കാൽപ്പനികമായ വശങ്ങളോട് ഒക്കെ ഇഴപിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യന്റെ ചിന്തകളെ, വികാരങ്ങളെ, പ്രവർത്തികളെയാണ് മാനവികത സൂചിപ്പിക്കുക. അവിടെ അക്ഷരങ്ങളുടെ കൂട്ടുണ്ട്, അവിടെ എഴുത്തിന്റെ ശക്തിയുണ്ട്, അവിടെ വായനയുടെ പഠനങ്ങളുണ്ട്, അവിടെ ഒരു നാട്ടിൻ്റെ ഒരുമയുടെ സുഖമുണ്ട്, എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്നതിൻ്റെ ആകർഷണീയതയുണ്ട്, ഉണ്ടായിരിക്കണം. അവിടെ നമ്മൾ ഒരിക്കലും സ്വരങ്ങളെ അടർത്തി മാറ്റേണ്ടതില്ല. ബഹുസ്വരങ്ങളെ കൂട്ടിച്ചേർത്ത് സപ്തസ്വരങ്ങളെ ഏഴ് സപ്തസ്വരങ്ങളെയും ഒന്നായിട്ട് ശ്രുതി ചേർത്ത് പാടുമ്പോൾ സുന്ദരമായ ഗാനങ്ങൾ ഉണ്ടാവുന്നത് പോലെ ബഹുസ്വരതകളെ ഒരുപോലെ സ്നേഹത്തിന്റെ ആർദ്രമായ മാനവികതയുടെ ഇടങ്ങളിലേക്ക് കരുപിടിപ്പിച്ച് കിട്ടുമ്പോഴുണ്ടാകുന്ന ജീവിതത്തിന്റെ പ്രയാണത്തിന്റെ ഏറ്റവും മൂല്യവത്തായ ഇടങ്ങൾ കേരളത്തിന് സുപരിചിതമാണ്. അവിടെ വിമത സ്വരങ്ങൾ എന്നൊന്നില്ല. ഞാനിത് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഞാൻ ഈ 20-ാം തീയതിക്ക് ശേഷം അറിഞ്ഞ എൻ്റെ സ്വാനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. മുഖമില്ലാത്ത ഇടത്ത്, സൈബർ ഇടത്ത്, ആരുടേതെന്ന് അറിയത്തില്ലാത്ത അക്ഷരങ്ങൾ വിതറുന്നിടത്ത്, സൈബർ ഇടത്ത്, ക്രെഡിറ്റ് ഇല്ലാത്ത പ്രൊഫൈലിൽ നിന്ന്, കള്ള പ്രൊഫൈലിൽ നിന്ന്, ഏതോ മേലെ നിൽക്കുന്ന ഏതോ ഒരു ആശയത്തിന്റെ ഒരു ഓർഡറിന് പുറത്ത് ഒരേ സ്വഭാവമുള്ള പല പല കമന്റുകൾ എൻ്റെ പ്രസംഗങ്ങളോ എൻ്റെ ആശയങ്ങളോ പോയിട്ടുള്ള എല്ലായിടത്തും ഒരേപോലെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് നിൽക്കുന്ന പയ്യന്നൂർ ബസ് സ്റ്റാൻഡിന്റെ നടുവിലാണ്. ഞാൻ ഇവിടെ വരെ യാത്ര ചെയ്ത റെയിൽവേ സ്റ്റേഷനുകളും എയർപോർട്ടുകളും ബസ് സ്റ്റാൻഡുകളും ഒക്കെ കടന്നു തന്നെയാണ് വന്നത്. നവകേരള സദസ്സ് നടക്കുമ്പോൾ നവകേരളത്തിന് മുമ്പേ നാദാപുരത്ത് നിന്ന് 20-ാം തീയതി തുടങ്ങി എൻ്റെ യാത്ര തിരുവനന്തപുരം വരെ ഉണ്ടായിരുന്ന പ്രസംഗങ്ങളായിട്ട് ഇന്ന് 30-ാമത്തെ വേദിയിൽ പ്രസംഗിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കേരളത്തിൽ ഒരിടത്തും ഒരു സ്നേഹമില്ലാത്ത മുഖം ഞാൻ കണ്ടില്ല. ആർദ്രതയോടെ അല്ലാതെ എന്നെ നോക്കി ഒരു കണ്ണുകളെയും ഞാൻ കണ്ടില്ല. എൻ്റെ സൈബർ ഇടങ്ങളിൽ ഇത്രയധികം തെറി വർഷം ചൊരിഞ്ഞിട്ടുള്ള അജ്ഞതയുടെയോ അന്ധകാരത്തിൻ്റെയോ
കാരുണ്യമില്ലായ്മയുടെ ഒരു ശബ്ദവും ഞാൻ നേർക്കുനേരെ കേട്ടില്ല. കാരണം ഇത് കേരളമാണ്. വേഷം കൊണ്ട് ഒരാളെ തിരിച്ചറിയാമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ആവർത്തിച്ച് ഓരോ വേദിയിലും ഞാൻ പറയുന്ന കാര്യം ഇതാണ്. വേഷം കൊണ്ട് ഒരാളെ തിരിച്ചറിയാമെന്ന് പറയുമ്പം ഇന്ന് വേഷം കെട്ടുകൊണ്ട് ഒരാളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് സംഘപരിവാറിന്റെ വെറും പടയാളികളെ മാത്രമാണ് കേരളത്തിൽ കാണുന്നതെങ്കിലും ആ ഒരൊറ്റ വെറും പടയാളി പോലും ഒരു സ്ത്രീയുടെ നേരെ ആക്രോശവുമായി വരാനുള്ള അധമമായ മാനവികത എന്ന് ചേർക്കാത്ത അധമമായ മനുഷ്യത്വമുള്ള ഒരാൾ പോലും കേരളത്തിലില്ല. അനുഭവം കൊണ്ടറിയുന്നതാണത്. കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് കേരളമാണ്. കാരണം ഇത് ഇടത് മനസ്സുള്ള കേരളമാണ്. കേരളത്തിൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ള ഓരോ കുഞ്ഞിന്റെയും ഹൃദയത്തിൽ ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സമത്വത്തിന്റെ, മാനവികതയുടെ പാഠങ്ങൾ അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് പഠിച്ചിട്ട് ജന്മമെടുക്കുന്ന ഒരു കുഞ്ഞിന്റെ നാടാണ് കേരളം. മലയാളിയുടെ നാടാണ് കേരളം. അവിടെ ഞങ്ങൾ ഇനിയും ഉറക്കെ പറയും, കേരളം ചേർത്ത് പിടിക്കുന്ന മാനവികതയെ തന്നെയാണ്. ഇല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണക്രമം ആലോചിച്ചു നോക്കൂ. കൂടുതൽ സമയവും ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ കഴിഞ്ഞ 7.5 വർഷം മാറ്റി നിർത്തിയാൽ തുടർച്ചയായിട്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ കൂടുതൽ സമയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണക്കസേരയിൽ ഇരുന്നിട്ടില്ല. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരിച്ചപ്പോഴും VD സതീശൻ പറഞ്ഞ ക്രിയാത്മകതയല്ല, അല്ലാത്ത ക്രിയാത്മകത ശരിയായ രീതിയിൽ രാഷ്ട്രീയ രംഗത്ത് പ്രയോഗിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ മാനവികതയെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ട് ഭരിച്ചിരുന്ന ഒരു ഇടതു മനസ്സ് ഭരണക്രമത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നടത്തിയെടുത്തത് കമ്മ്യൂണിസോ മാർക്സിസോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച മാനവിക മൂല്യങ്ങളാണ് കേരളം രാഷ്ട്രീയപരമായി കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. നവോത്ഥാന കാലഘട്ടത്ത് അയ്യങ്കാളി പഞ്ചമിയെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലത്തിലെ സ്കൂളിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ അമ്പലത്തിന്റെ സ്കൂളിൽ ആ ബെഞ്ച് കത്തിച്ച സവർണ മേധാവിത്വത്തിന്റെ മുന്നില് നിങ്ങളുടെ പാടത്ത് കൊയ്ത്തിറക്കാൻ ഒരു കർഷക തൊഴിലാളിയും ഈ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് വെല്ലുവിളിച്ചിട്ട് പഞ്ചമിയുടെ അധ്യയനം ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് സാധ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും 60 മുതൽ 75% വരെ ഉന്നത വിദ്യാഭ്യാസം തേടുന്നത് പെൺകുട്ടികളാണ്. കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ, ക്ലാസ്സുകളിൽ അല്ല ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇവിടെ അറിയാം, ഇന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്നവർക്കറിയാം, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതിൽ കൂടുതൽ ആൺകുട്ടികളെക്കാൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസം തേടുന്നത് പെൺകുട്ടികളാണ്. അയ്യങ്കാളിയുടെ സ്ത്രീ വിദ്യാഭ്യാസ സമരത്തിന്റെ ബാക്കിയാണ് ഇന്ന് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സ്ത്രീയെ അബല എന്ന് പറഞ്ഞെടുത്ത് സ്ത്രീ മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല എന്ന് പറഞ്ഞു തുടങ്ങിയത് ശ്രീനാരായണ ഗുരുവും ആത്മദാനന്ദനെയും പോലുള്ളവരാണ്. ഇന്നത് സ്ത്രീപക്ഷ കേരളമാണ്. ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും മാറ്റി നിർത്താൻ വിവേചന അധികാരമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ പണിയെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ഇടം കേരളമാണ് എന്ന് ഇന്നത്തെ നമ്മളുടെ വ്യവസായ മന്ത്രി സഖാവ് P രാജീവിന്റെ പ്രസ്താവന കേരളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇറങ്ങുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വെറും വാക്കല്ല, US-ന്റെ സർവേയിലാണ്, അമേരിക്കൻ ഏജൻസി നടത്തുന്ന സർവേയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഏറ്റവും അധികം സ്ത്രീ പുരുഷന്മാർ ലിംഗവ്യത്യാസങ്ങളില്ലാതെ ലിംഗപദവിയോട് കൂടി തന്നെ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ഇടം കേരള സംസ്ഥാനമാണ്. അതിൽ ഏറ്റവും അധികം ആൾക്കാർ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇടം കൊച്ചിയാണ്. രണ്ടാമത്തെ ഇടം ഇന്ത്യയിൽ, ഒന്നാമത്തെ ഇടം കൊച്ചിയാണ്, 4ാമത്തെ ഇടം തിരുവനന്തപുരമാണ്. IT രംഗത്ത് പണിയെടുക്കുന്ന ആൾക്കാർ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന 1ാമത്തെ ഇടം തിരുവനന്തപുരമാണ്. അത്രയധികം സൂക്ഷ്മമായ വിശകലനങ്ങളും സർവേയും അമേരിക്കൻ ഏജൻസി നടത്തുമ്പോൾ അതിൽ 1ാമതിടം കേരളമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ആശയം ഏറ്റവും അധികം രാഷ്ട്രീയപരമായി ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന ഇടം കേരളമാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഐക്യ കേരളത്തിന്റെ നിർമ്മിതിക്ക് ശേഷമുണ്ടായ ആദ്യത്തെ മന്ത്രിസഭ, മുണ്ടശ്ശേരി മാഷിന്റെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ, 6ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം,
ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നില്ല, പെൺകുട്ടികൾക്കും കൂടി ഉണ്ടായിരുന്നു. കേരളത്തിൽ ജനിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 6ാം ക്ലാസ് വരെ സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉണ്ടാവുക എന്ന് പറഞ്ഞത് ആർഷഭാരത സംസ്കാരത്തിന്റെ ഇടങ്ങളിൽ ഗുരുകുലങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക് ഗുരുകുലങ്ങളിൽ നിന്ന് പഠനം കൊണ്ടുവന്ന അറിവിന്റെ ഇടം കൊണ്ടുവന്നിരുന്ന ഇന്ത്യൻ നോളജിന്റെ ബാക്കിയായി തന്നെ ഞങ്ങൾ അങ്ങ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നടത്തിയത്. അല്ലാതെ ഒരു വർഗീയ പാർട്ടിയും ഭരിക്കുന്ന യു.പിയിലോ മണിപ്പൂരിലോ മറ്റ് ഇത്തരം സാഹസങ്ങൾ നടത്തുന്ന നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലോ ഒന്നുമല്ല. അവിടെ സൃഷ്ടിക്കപ്പെട്ടത് നമ്മളുടെ ഒരു ബജരംഗ് പടയാളിയെ പോലെ കേരളത്തിൽ വന്ന് പെക്കൂത്ത് കാണിക്കുന്ന, അത് പറയുമ്പോൾ അത് കോമാസി തന്നെയാണ് പറയുന്നത്, ഭരണഘടനാപരമായ അധികാരങ്ങളുടെ ചേഷ്ടകളല്ലാതെ പൊതുനിരത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഏത് ക്രമസമാധാനവും ലംഘിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ബജരംഗ് ദൾ പടയാളിയെ പോലെ സൃഷ്ടിക്കപ്പെടുന്ന ഗവർണർ ഉൾപ്പെടെയുള്ളവരുടെ നേരെയാണ് ആ വിദ്യാഭ്യാസത്തിന്റെ ചോദ്യചിഹ്നങ്ങളായി നിന്നു പോകുന്നത്. കേരളത്തിൽ അതല്ല. കേരളത്തിൽ പരക്കെയുള്ള വിദ്യാഭ്യാസം അറിവിന്റെ, സാമൂഹ്യ ബോധത്തിന്റെ, സാമൂഹ്യ മര്യാദയുടെ, നാടേക്കുള്ള നടത്തിപ്പിന്റെ, ഭരണഘടനാപരമായ ചിട്ടകളുടെ, ചട്ടങ്ങളുടെ, ക്രമസമാധാന പാലനങ്ങളുടെ ഇടയിലായതുകൊണ്ടാണ് മിഠായി തെരുവിൽ ഇറങ്ങിയിട്ട് അത്ര സാഹസം കാണിച്ചപ്പോൾ പോലും ഒരു മലയാളിയും അനങ്ങാതെ അന്തസ്സായിട്ട് അവിടെ നിന്നത്. ഇതെന്റെ കേരളമാണ്, ആരും ഇവിടെ വന്നൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞത്. 1967 മന്ത്രിസഭ 10ാം ക്ലാസ് വരെയുള്ള സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം കേരള ജനതയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ LDF മന്ത്രിസഭ കാലഘട്ടത്ത് പൊതുവിദ്യാഭ്യാസ രംഗം ഏറ്റവും വലിയ ഭാവനാസമ്പന്നമായ ഇടങ്ങളിലേക്ക് വളരുകയായിരുന്നു. കഴിഞ്ഞ 7.5 വർഷം മുമ്പ് പട്ടി കയറി കിടന്നതും, പാമ്പ് കടിച്ചതും, പാമ്പ് നിന്നതും, മഴയെ തൊലിക്കുന്നതും, ചിതലരിച്ചതും, കക്കൂസുകളില്ലാത്തതും, വാതിലുകളില്ലാത്തതും, ജനലുകളില്ലാത്തതുമായ സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പേടിച്ചോടിക്കൊണ്ട് പ്രൈവറ്റ് സെക്ടറിലേക്ക് പഠിക്കാൻ വേണ്ടി പേടിച്ചോടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ച് അന്തസ്സോടെ, അഭിമാനത്തോടെ ഇതെന്റെ സ്കൂളാണെന്നും പറഞ്ഞ് 5 സ്റ്റാർ റിസോർട്ടുകളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള വലിയ സമുച്ചയങ്ങളുള്ള, വലിയ ഹൈടെക് ആയിരിക്കുന്ന, വലിയ സംവിധാനങ്ങളുള്ള, ഏറ്റവും നല്ല ശുചിത്വബോധം കൊടുക്കുന്ന വിദ്യാലയങ്ങൾക്ക് അകത്തേക്ക് പൊതുവിദ്യാലയം എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാൻ അന്തസ്സായി കുഞ്ഞുങ്ങളെ അയക്കുന്ന അച്ഛനമ്മമാരുടെ നാടാണ് ഇന്ന് കേരളം. 5 വർഷം കൊണ്ട് വന്ന മാറ്റമാണ്. പണ്ട് പഞ്ചവത്സര പദ്ധതി വികസന ഇടങ്ങളിൽ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ വികസനത്തിന് മുന്നോട്ട് ഓരോ പഞ്ചവത്സര പദ്ധതിയിലും പ്രത്യേകം പദ്ധതികളായിട്ട് ഡെവലപ്പ് ചെയ്ത ഇന്ത്യയിൽ ഇന്ന് പഞ്ചവത്സര പദ്ധതിയും കേൾക്കാനില്ല, ചേരിചേരാ നയങ്ങളും കേൾക്കാനില്ല, മതേതരത്വവും കേൾക്കാനില്ല, ഫെഡറലിസവും കേൾക്കാനില്ല എന്ന് പറയുന്ന രീതിയിൽ കേന്ദ്രം ഭരിക്കപ്പെടുമ്പോൾ അവിടെ ഫെഡറലിസത്തിന്റെ ഏറ്റവും പരിമിതമായ അവകാശങ്ങളിൽ നിന്നുകൊണ്ട് കഴുത്ത് ചരിക്കുന്ന ഉപരോധം സാമ്പത്തികമായും അല്ലാതെയും സാമൂഹ്യപരമായും ഉണ്ടാക്കുന്ന കേന്ദ്രഭരണത്തിന്റെ തണലിൽ നിഴലിൽ നിന്നു പോകേണ്ടുന്ന അവസ്ഥയ്ക്ക് പകരം ഇച്ഛാശക്തിയോടെ സർക്കാർ ഇവരെ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മാനവികതയുടെ ഏറ്റവും വലിയ കടമയായിട്ടാണ് മാറുന്നത്. മാനവികതയുള്ള, ആർദ്രതയുള്ള, സ്നേഹമുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള നാട്ടിൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു പ്രജയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പ്രജയ്ക്ക് വേണ്ടിയല്ല, പൗരന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് നാട് ഭരിക്കുന്ന മന്ത്രിക്ക് അറിയാമെങ്കിൽ ആ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടെ നിന്നിട്ടാണ് 2ാം പിണറായി മുന്നണി, ഇടതുപക്ഷ മുന്നണി ഇലക്ഷനെ നേരിടുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്ന് പറയുന്നത്. ഞാൻ എല്ലാ വേദിയിലും പറയുന്ന ഒരു കാര്യമാണിത്. 2ാമത്തെ ഇലക്ഷന്റെ മാനിഫെസ്റ്റോയിൽ ആദ്യത്തെ വാഗ്ദാനം കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റും. അത് പറഞ്ഞു പോണത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് കോട്ടയത്താണ്. കോട്ടയം ഉൾപ്പെടെയുള്ള മധ്യ കേരളത്തിന്റെ ഭാഗങ്ങളിൽ ഒരു വീടുകളിലും മക്കൾ വീട്ടിലില്ല. എല്ലാ വീട്ടിലും പ്രായമായ അച്ഛനും അമ്മയും. വലിയ വീട് കെട്ടിയിട്ടുണ്ട്, AC മുറികളുണ്ട്. AC ഒന്ന് സ്വിച്ചിട്ടാൽ പിറ്റേ ദിവസം കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ വാതരോഗികളായിരിക്കുന്ന അച്ഛനും അമ്മയും. ആ വീടൊന്ന് അടിച്ചു തുടയ്ക്കാൻ വരുന്ന വേലക്കാരികളും വേലക്കാരന്മാരും എന്തെങ്കിലും വൃദ്ധയായിരിക്കുന്ന അമ്മയെ കൊന്നിട്ടിട്ട് പോകുന്ന വീടുകൾ. ഒരു കഴുത്തിൽ കിടക്കുന്ന 1 പവന്റെ മാലയ്ക്ക് വേണ്ടി കൊലപാതകം നടക്കുന്ന വീട്ടകങ്ങൾ. ഇതിനെല്ലാം അപ്പുറത്തേക്ക്
നമ്മുടെയും പോലെയുള്ള പ്രായത്തിൽ 50 വയസ്സിൽ 55 വയസ്സിൽ എങ്ങനെയെങ്കിലും നീ പോയി രക്ഷപ്പെടും, ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ട അച്ഛനമ്മമാർ 60, 70, 78, 80. കാരണം കേരളത്തിന്റെ ആയുർദൈർഘ്യം കൂടുതലാണ്. കേരളത്തിൽ ഇന്ന് വരെ ഭരിച്ച സർക്കാർ വേണ്ട രീതിയിലൊക്കെ ഭരിച്ചതുകൊണ്ട് ആരോഗ്യ സൂചികയിൽ ആയുർദൈർഘ്യം കേരളത്തിൽ കൂടുതലായതുകൊണ്ട് വൃദ്ധന്മാരുടെ എണ്ണം പണ്ട് കുഞ്ചൻ നമ്പ്യാർ പാടിയ പോലെ കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന പോലെ നരച്ചും കുറച്ചും കുനിഞ്ഞും വളഞ്ഞും ഒക്കെ ഇരിക്കേണ്ടെന്ന് അങ്ങനെ അല്ലെങ്കിൽ പോലും ആരോഗ്യപരമായി മരുന്നുകളുടെയും മറ്റ് സംവിധാനങ്ങളുടെയും നമുക്കറിയാം. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വന്നാൽ ഒരാൾക്കും പൈസ കൊടുക്കണ്ട, അല്ലേ? BPL, APL എന്നൊന്നും വ്യത്യാസമില്ലാതെ ഒരാൾക്കും പൈസ കൊടുത്ത് മരുന്ന് വാങ്ങേണ്ടുന്ന അവസ്ഥയില്ല. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക്കിനാണോ, പ്രഷറിനാണോ, കൊളസ്ട്രോളിനാണോ, തൈറോയിഡിനാണോ, ജീവിതശൈലി രോഗം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗിക്കും കേരളത്തിൽ പൈസ കൊടുക്കാതെ മരുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഏറ്റവും വലിയ മാനവിക മനോഭാവത്തിൽ നിന്നുണ്ടാകുന്ന കരുതലാണ്. 1 രൂപ പോലും പൈസ കൊടുക്കാതെ മരുന്ന് വാങ്ങി ജീവിക്കുന്ന നമ്മളുടെ നാട്ടിലെ വൃദ്ധന്മാരുടെ ആയുർദൈർഘ്യം കൂടുമ്പോൾ നാട്ടിലില്ലാത്ത മക്കളെ ഓർത്ത് കരയാതെ പ്രായമാകുമ്പോൾ ഉറക്കം കുറയും. മരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഉറക്കമില്ല. ഉറങ്ങാത്ത രാവുകളും ജോലിയില്ലാതെ അലസമാകുന്ന പകലുകളിലും കണ്ണും ഉണങ്ങാതെ ഇരിക്കുന്ന അച്ഛനമ്മമാരാണ് കേരളത്തിൽ. അവന്റെ ഒരു വിളി കാതോർത്ത്, ഒരു ഫോൺ റിങ് ചെയ്യുന്നത് കാതോർത്ത്, എന്ന് വരുമെന്ന ചോദ്യം എന്നും ചോദിച്ച് എന്ന് വരും. ഇന്ന് ചോദിച്ചു വെച്ചു, അമ്മേ അടുത്ത 6 മാസം കഴിയുമ്പോൾ ഞാൻ വരും. പിറ്റേ ദിവസം ചോദിക്കും, നീ എന്ന് വരും? അന്നും കേൾക്കും അടുത്ത 6 മാസം കഴിയുമ്പം. ഈ 6 മാസം ഇങ്ങനെ കലണ്ടറിൽ നോക്കി നെടുവീർപ്പിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് തൻ്റെ തളർന്ന കയ്യിൽ മരുന്നല്ല മോനെ ആവശ്യം, നിന്റെ ഒരു തലോടലാണ്, നീ എൻ്റെ ഒരു ചേർത്ത് നിർത്തലാണെന്ന് നെടുവിശ്വാസത്തോടു കൂടി ഉറക്കെ പറയാൻ കഴിയാതെ മെല്ലെ 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 പറഞ്ഞുകൊണ്ട് മെല്ലെ തളർന്ന് വീടുകളിൽ ഇരിക്കുന്ന വയോവൃദ്ധരാകുന്ന അച്ഛനമ്മമാരുടെ എണ്ണം പെരുകുന്ന നാടായി കേരളം മാറുകയാണ്. മറുവശത്ത് ക്ലോക്കിൻ്റെ അലാമിൽ എഴുന്നേറ്റ്, ക്ലോക്കിൻ്റെ അലാമിൽ പല്ല് തേച്ച്, ക്ലോക്കിൻ്റെ അലാമിൽ ഓഫീസിൽ പോയി, ക്ലോക്കിൻ്റെ അലാമിൽ കല്യാണം കഴിച്ച്, ക്ലോക്കിൻ്റെ അലാമിൽ ഭാര്യയോട് വർത്താനം പറഞ്ഞ്, ക്ലോക്ക് അലാം അടിക്കുമ്പോൾ ഈ കാത്തിരിക്കുന്ന അമ്മയെ വിളിക്കാൻ ഇടം നോക്കുന്ന മക്കളുടെ മാനസിക വ്യാപാരം ഒട്ടും മാനുഷികമായിരിക്കില്ല, ഒട്ടും മാനവികത ഇടത്തുള്ളതായിരിക്കില്ല. പകരം അന്യദേശത്ത് അവനെ ചൂഷണം ചെയ്യുന്ന വലിയൊരു സാമ്പത്തിക വൃന്ദത്തിൻ്റെ പണികൾക്കിടയിൽ ഞെരുങ്ങുന്ന ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന നമ്മളുടെ ഏറ്റവും സമർത്ഥമായ കായിക ശേഷിയുടെ മനുഷ്യത്വമില്ലാത്ത ഇടങ്ങളിൽ വിഹരിക്കുന്ന ഒരു പ്രായം, ഒരു തലമുറ അന്യദേശത്ത്. പുറത്തുപോയി ജോലി ചെയ്യ്, പുറത്തുപോയി രക്ഷപ്പെട്. നമ്മുടെ പദം അതാണ്. നാട്ടിൽ നിന്നിട്ട് എന്താ കാര്യം? പുറത്തുപോയി രക്ഷപ്പെട് എന്നുള്ളിടത്ത് നാട്ടിൽ നിൽക്കുന്ന വയോവൃദ്ധരായ തലമുറയും പുറത്തു പോകുന്ന ഈ ചെറുപ്പക്കാരുടെ തലമുറയും അനുഭവിക്കുന്ന വിഷമതകളുടെ ഇടത്ത് മാനവികതയുടെ 100 ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പകരം നാടിന്റെ തണുപ്പും കുളിരും പച്ചപ്പും നാടിന്റെ മണ്ണും മണവും തെയ്യവും തിറയും കലയും സർഗശേഷിയും എല്ലാമായിട്ട് നാട്ടിലെ കൊയ്ത്തുപാടത്ത് പണിയെടുത്തിട്ട് വൈകുന്നേരം അച്ഛനമ്മമാരോട് സൊറ പറഞ്ഞിരുന്ന ഒരു കഴിഞ്ഞ കാലഘട്ടത്തിന്റെ യുവാക്കളുടെ മനോബലം പുറത്തുപോയി രക്ഷപ്പെട്ട യുവാക്കൾക്കില്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഇച്ഛാശക്തിയുള്ള ഒരു പ്രസ്ഥാന നേതൃത്വം കൊടുക്കുന്ന മുന്നണി നമ്മളോട് പറഞ്ഞത് കേരളം ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റും. അത് കേരളത്തിൽ നിന്നൊരു സർട്ടിഫിക്കറ്റിന്റെയോ ആ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ കിട്ടുന്ന ജോലിയുടെയോ ആ ജോലിയിൽ കിട്ടുന്ന ആത്മബോധത്തിനും അപ്പുറത്തേക്ക് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക മെച്ചത്തിന്റെയോ ആത്മവിശ്വാസത്തിന്റെ ഇടങ്ങളിൽ മാത്രമല്ല 2ഉം 3ഉം തലമുറകളെ നമ്മളുടെ മക്കളുടെ മക്കൾ ഉൾപ്പെടെയുള്ള 3 തലമുറകളുടെ ഇഴ ഇടറാതെ അവരെ തുന്നിച്ചേർക്കുന്ന നൂലിന്റെ ഏറ്റവും സ്നിഗ്ധമായ സ്നേഹത്തിന്റെ ആർദ്രതയുടെ മാനവികതയുടെ ഒരു ഇടം കാത്തു സൂക്ഷിക്കുന്നിടത്താണ് സർക്കാർ അത് പറയുന്നത്. ഇന്ന് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഓരോ പദ്ധതികളിലും ഈ മാനവികതയുടെ ഇടമുണ്ട്. ഇതൊരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. തിയറട്ടിക്കലായി നമ്മൾ പറയുമ്പോൾ, പുസ്തകങ്ങളുടെ കഥകളിലൂടെ നമ്മൾ പറയുമ്പോൾ, കവിതകളുടെ സുഖത്തിന്റെ ഈണത്തിലൂടെ നമ്മളത് കേൾക്കുമ്പോൾ, സ്നേഹം കൊണ്ടൊരു തോണി ഉണ്ടാക്കാം, കാലത്തിനപ്പുറം കടക്കാൻ എന്ന് പാടുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് അറിഞ്ഞുകൊണ്ടൊരു നാട് ഭരിക്കപ്പെടുമ്പോൾ ആ നാട്ടിൽ വർഗീയതയുടെ, വിദ്വേഷത്തിന്റെ, വിഘടനത്തിന്റെ, മാറ്റി നിർത്തലിന്റെ, ചേരിചേരാ നയത്തിന്റെ അപജയങ്ങളുടെ ഇടങ്ങളിലേക്കുള്ളൊരു ചിന്ത പോലും ഉണ്ടാകാത്തത് കൊണ്ടാണ് കേരളം ഇന്നും ഒന്നും ഒറ്റക്കെട്ടായി നിന്ന് പാലസ്തീൻ ഐക്യദാർഢ്യം പറയുന്നത്. പാലസ്തീനിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകളും ഓരോ കാഴ്ചകളും കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുമ്പോൾ, കുഞ്ഞുങ്ങളുടെ പൂങ്കവിളുകളിൽ ബോംബിന്റെ ചീളുകൾ തറച്ച് ചോരയുണ്ടാകുമ്പോൾ
വിഹ്വലപ്പെടുന്ന അമ്മമാർ കുഞ്ഞുങ്ങളെ ഉടുപ്പിനകത്തും കൈക്കകത്തും മറയ്ക്കാവുന്ന മാറിടത്തും ചേർത്ത് പിടിച്ചുകൊണ്ട് ഓടുന്ന കാഴ്ച കാണുമ്പോൾ കേരളം വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇത് കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഏത് വിഘടന പ്രവർത്തനങ്ങൾക്ക് വിത്തിട്ടാലും വളമിട്ടാലും അത് ഇല്ലാതാകുന്ന ഒരു നാടാണ് കേരളമെന്നും അതിന് പകരം ഇന്നും എന്നും എന്നും അണച്ചു വെക്കുന്ന സ്നേഹത്തിന്റെ ആർദ്രതയുടെ ഇടം കേരളത്തിൽ ഉണ്ടെന്നും തിരിച്ചറിയുന്നത് കൊണ്ടാണ്. പക്ഷേ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച ഒരിടമുണ്ട്, പേടിയായി തുടങ്ങുന്നുണ്ട്. കയറി വരുന്ന ഇടങ്ങൾ ഭയങ്കര മാർജാര സ്വഭാവമുള്ളതാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരോ സാംസ്കാരിക പ്രവർത്തകരോ ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്നവരോ പോലും അറിയാതെ പോയ ഒരു സാംസ്കാരിക നയത്തിന്റെ ഏറ്റവും ഒളിഞ്ഞ ഇടങ്ങളുടെ ചെറിയ കാഴ്ചകളെ പുറത്തെടുത്തിട്ട് ഞാൻ സംസാരിച്ചിടത്ത് എൻ്റെ നേരെ ഉണ്ടാകുന്ന ആക്രോശങ്ങൾ അവരേറ്റവും രഹസ്യ സ്വഭാവത്തോടു കൂടി നമ്മളുടെ ജീവിതത്തിലേക്ക് കടത്താൻ ശ്രമിച്ച ഈ ഇരുട്ടിന്റെ, അജ്ഞതയുടെ, കളവിന്റെ, വിഘടനത്തിന്റെ, വിദ്വേഷത്തിന്റെ പാതകളെ നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളിടത്താണ്. ഇത്രയും വലുതായ ഫെഡറൽ സംവിധാനത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധം തീർത്ത്, സാമൂഹ്യ ഉപരോധം തീർത്ത്, രാഷ്ട്രീയ ഉപരോധം തീർത്ത് ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്ന് പറഞ്ഞ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ബഹുമാന്യരായ മറ്റു മന്ത്രിമാരും അതിന്റെ പ്രായോഗികമായ ഇടങ്ങളെ തേടി സർവേ നടത്തുന്നതിന് വേണ്ടി പുറം രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റികളിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത പല യൂണിവേഴ്സിറ്റികളിലുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി പഠിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ നാളെ അവിടെ ഒരു സ്വദേശിവൽക്കരണം വന്നാൽ അവൻ ആ നാട്ടിൽ നിന്ന് നീ പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു ഇടം വന്നാൽ കേരളത്തിലോ ഇന്ത്യയിലോ വന്ന് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു പണിയെടുക്കാൻ വേണ്ടി നിനക്ക് ഉതകുന്ന എലിജിബിലിറ്റി ഇല്ല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി അംഗീകാരങ്ങൾ ഇല്ലാത്ത ഇടങ്ങളിലേക്കാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ ചേക്കേറുന്നത് എന്ന് മുഖ്യമന്ത്രിയും കൂട്ടുകാരും ഇവിടെ വന്ന് പറഞ്ഞു തന്നപ്പോൾ പിന്നീട് ഒരിക്കൽ കൂടി മറ്റൊരാവശ്യത്തിന് വേണ്ടി, വിദേശ സർവേക്ക് വേണ്ടി, വിദേശ പഠനത്തിന് വേണ്ടി ഇവിടുന്ന് മന്ത്രിമാരെ അയക്കാനുള്ള സാങ്ഷൻ കൊടുക്കാതിരുന്നതാണ് കേന്ദ്ര ഭരണകൂടം. വേണമെങ്കിൽ മുഖ്യമന്ത്രി മാത്രം പോയിട്ട് വരെ വേറെ ആരും പോകണ്ട, കാരണം മുഖ്യമന്ത്രി പോകുന്ന ടൂറിനാണല്ലോ എന്നാണല്ലോ പറയുന്നത്. തണുപ്പ് രാജ്യത്ത് വയോവൃദ്ധനായ, ഞാൻ അങ്ങനെ പറഞ്ഞതിന് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. മുഖ്യമന്ത്രിക്ക് പ്രായമായി എന്ന് പറഞ്ഞിട്ട് സഖാവ് പിണറായി വിജയന് പ്രായമായി. അദ്ദേഹത്തിന്റെ മനസ്സിനും ഇരട്ടച്ചങ്കിനും ഒരിക്കലും ആകാത്ത പ്രായത്തോടു കൂടിയാണ് അദ്ദേഹം കേരളം നയിക്കുന്നത്. കൂട്ടത്തിൽ പണിയെടുക്കുന്ന മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞത് ദൈവം ലോകത്തിന് നൽകിയ വരദാനമാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഓരോ ജനതയുടെയും വികാരമാണ്. കൂട്ടത്തിൽ പണിയെടുക്കുന്ന IAS-കാരെ കോൺഗ്രസുകാരന്റെ ഭാര്യ അല്ലേ, ശബരിനാഥിന്റെ ഭാര്യയാണ് ദിവ്യ. ആ ദിവ്യ പറഞ്ഞത് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ പണിയെടുക്കുന്നതിൽ ഏറ്റവും അന്തസ് കാണുന്നു ഞാൻ. ഒരു IAS-കാരി പറഞ്ഞതാണ്, ഒരു കോൺഗ്രസുകാരന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാവിന്റെ ഭാര്യയായിട്ട് പോലും അത് പറയാനുള്ള ആർജവം ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥതയോടെ, ഏറ്റവും അധികം ആത്മാർത്ഥതയോടെ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനൊരു മുഖ്യമന്ത്രിയുടെ കൂടെ പണിയെടുക്കാൻ പറ്റുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ ഇവിടെ പണിയെടുക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും കയ്യും മെയ്യും കാലവും ദേശവും രാവും പകലും മറന്ന് നവകേരള സദസ്സിന്റെ ഇടയിലൂടെ നമ്മളുടെ ചോദ്യങ്ങളിലേക്ക്, നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക്, നമ്മുടെ താല്പര്യങ്ങളിലേക്ക് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഫോർ ദി പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞാണ് ഞാൻ വോട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിന്റെ ശക്തിയുള്ള ജനാധിപത്യ വിശ്വാസം കേരള മനസ്സിലുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ കൂടെ ഓരോ ഉദ്യോഗസ്ഥന്മാരും നമ്മളുടെ അടുത്തേക്ക് വന്നത്. അത് അന്തസ്സാണ്. ആ അന്തസ്സിന്റെ നടുവിലാണ് കേരളം നിൽക്കുന്നത്. ആ അന്തസ്സാണ് കേരളത്തിന്റെ മനുഷ്യപക്ഷം. ആ അന്തസ്സാണ് കേരളത്തിന്റെ ഇടതുപക്ഷം. അതിന് തുരങ്കം വെക്കാൻ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഒരാളും ഇങ്ങോട്ട് വരേണ്ടതില്ല. അത് ഏതിടങ്ങളിൽ സിലബസ് പരിഷ്കരിക്കാനാണെങ്കിലും, ഏത് സെനറ്റ് തിരികെ കയറ്റാനാണെങ്കിലും, ഏതിടങ്ങളിൽ ഒളിച്ചു കടത്താനാണെങ്കിലും, ആരും അറിയാതെ ഏതിടങ്ങളിലേക്ക് പ്രഖ്യാപനങ്ങളുടെ മോഹന വാഗ്ദാനങ്ങളുമായി കയറി വരാനാണെങ്കിലും അത് തിരിച്ചറിയാനുള്ള ആർജവും ബുദ്ധിയും ഈ ലോകത്തിൽ ഏറ്റവും മുൻപേ നടക്കുന്ന മലയാളിക്കുണ്ട് എന്ന് പറയാൻ നമ്മൾ സന്നദ്ധരാവണം. ഒരേ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 25 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിയാതിരുന്ന സ്ത്രീ സംവരണം, 25 വർഷം പല സമവായങ്ങളിൽ പലരും ഭരിച്ചു ഇന്ത്യയെ. ഇടതുപക്ഷ പങ്കാളിത്തത്തോടുകൂടി ഭരിച്ചു, BJP ഭരിച്ചു, കോൺഗ്രസ് ഭരിച്ചു. പല സമവായങ്ങളും പല ഫോർമുലകളും പരീക്ഷിച്ചു നോക്കുന്ന വലിയ ഭരണത്തിന്റെ സമയം ഈ 25 വർഷത്തിനകം കടന്നുപോയി.
പക്ഷെ ഇപ്പോ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ ആരോടും ചോദിക്കാതെ, ആരോടും പറയാതെ, ആരുടെയും സമരമില്ലാതെ, ആരുടെയും മുദ്രാവാക്യമില്ലാതെ, ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും കൊടി പറക്കാതെ ഇന്ത്യയിൽ 33.3% സംവരണം സ്ത്രീകൾക്ക് പ്രഖ്യാപിക്കപ്പെട്ടു. 25 വർഷം മുമ്പ് നടന്ന സമരമാണ് 33.3%. അത് കഴിഞ്ഞ് ഒത്തിരി കഥകൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. ഒന്ന്, ലോകത്തിൽ ഏറ്റവും പോപ്പുലേഷനുള്ള രാജ്യമായി ഇന്ത്യ മാറി. ചൈനയും കടത്തിവെട്ടി ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറ്റി. കഥ ഒന്ന്. കഥ രണ്ട്, ഇന്ത്യയിൽ പകുതിയിലധികം സ്ത്രീകളുള്ള രാജ്യമായി ഇന്ത്യ മാറി. കഥ മൂന്ന്, സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇന്ത്യയിൽ പരക്കെ നടന്നു തുടങ്ങി. കേരളം പോലെയുള്ള ഇടങ്ങളിൽ 60-75% അധികമായി സ്ത്രീകൾ പഠിക്കുന്ന ഇടങ്ങൾ തുടങ്ങി. ഇങ്ങനെ കഥകൾ പലതും മാറി. പലത് മാറുമ്പോഴും പഴയ 33.3% ഞാൻ നടപ്പാക്കിയിട്ടോ? അതാണ് പ്രധാനമന്ത്രി. പിന്നെ അതെങ്ങനെ നടപ്പാക്കി? ആരോടും ചോദിച്ചില്ല, ആരോടും ചർച്ച ചെയ്തില്ല. അപ്പൊ പിന്നെ എങ്ങനെ മാറ്റം വരും? ഇന്ന് പാർലമെന്റ് മന്ദിരത്തിലേക്ക് അകത്ത് കയറിയപ്പോൾ അവിടെ ഗണപതി ഹോമവും പൂജകളും നടത്തിക്കൊണ്ട് കയറിയ പ്രധാനമന്ത്രിക്ക് പിന്നെ ഇതൊക്കെ ആരോടെങ്കിലും ചോദിച്ചും പറഞ്ഞും ഒക്കെ പുതിയത് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. മാത്രമല്ല 33.3%, 33.5% സംവരണം, 3% സംവരണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴും അതിനൊരു സെമി കോളൻ ഉണ്ട്. 33.3% സംവരണം നടപ്പാക്കും, ഫുൾ സ്റ്റോപ്പ് അല്ല, സെമി കോളനാ. അടുത്ത സെമി കോളന്റെ ബാക്കി 2028 സെൻസസ് നടക്കും. 2028 സെൻസസ് നടക്കും. 2024 ഒരു പൊതു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോണു. അന്നില്ല, അന്നും സംവരണമില്ല. 2026 കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോഴും സംവരണമില്ല. 2028 സെൻസസ് കഴിയും, അപ്പോഴും ഇല്ല. 2028 നടക്കുന്ന സെൻസസിനപ്പുറത്തേക്ക് ആ സെൻസസ് അനുസരിച്ച് മണ്ഡല രൂപീകരണം നടക്കും. നമുക്കറിയാം ഓരോ മണ്ഡല രൂപീകരണവും. ഇവിടെ ഒരു വാർഡ് രൂപീകരണം നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻസ് ഉണ്ടാക്കുന്നത്? ഭരണം ഇടതിന്റെ കയ്യിലാണേലും വലതിന്റെ കയ്യിലാണേലും ആരുടെ കയ്യിലാണേലും ഇക്വേഷൻസ് അവർക്കറിയാം. മണ്ഡല രൂപീകരണം കുറച്ചുകൂടെ സുഖ അല്ലേ? രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട്. മണ്ഡല രൂപീകരണം നടത്തുമ്പോൾ കുറച്ചുകൂടി സാധ്യതയുണ്ടാകും അധികാരം കയ്യിലുള്ളവന്. പോട്ടെ, അതും ഇരിക്കട്ടെ, അതുമല്ല പ്രശ്നം. 28 കഴിഞ്ഞ് ഇതൊക്കെ ആലോചിക്കാം, 30 ആകുമ്പോഴത്തേനും നടന്നേക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടികളെല്ലാവരും അന്നിപ്പോൾ ആലോചിക്കുക, ആരെ നിർത്തണം? ശ്രീമതി ടീച്ചർ വേണോ, ശൈലജ ടീച്ചർ വേണോ, അല്ലെ പുതിയ ആരെങ്കിലും വേണോ, അല്ലെങ്കിൽ അന്നും ഗായത്രി ഇങ്ങനെ കുറെ വാചകമൊക്കെ അടിച്ച് നടക്കുകയാണെങ്കിൽ അവർ വേണോ? ഇങ്ങനെയൊക്കെ അന്ന് ആലോചിക്കാം എന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ ഇവിടെ 2025 RSSന്റെ 100ാം വാർഷികം ആചരിക്കുന്ന സമയത്ത് ഇന്ത്യ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടും. അത് ഇതിനേക്കാൾ ഉറച്ച തീരുമാനമാണ്. ഇന്ത്യ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഇന്ത്യ ഹിന്ദു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടും. ഇന്ന് തന്നെ ഭരണഘടനാ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ മതേതരത്വ ജനാധിപത്യ വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന, അതിനെ അടിസ്ഥാനപ്പെടുത്തി പൊതുതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന, അതിനെ അടിസ്ഥാനപ്പെടുത്തി ജുഡീഷ്യറി സംവിധാനം നിലനിൽക്കുന്ന, അതിനടിസ്ഥാനപ്പെട്ട് ജനങ്ങൾ ബൈ ദ പീപ്പിൾ ഫോർ ദി പീപ്പിൾ എന്ന് ഉറച്ച ശബ്ദത്തിൽ വോട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ ഇന്നും ഭരണകൂടത്തെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് നടപ്പാക്കുന്ന ഭരണ സംവിധാനങ്ങളും നയങ്ങളും ഒരു ജനാധിപത്യ ക്രമങ്ങളും ചോദിക്കാതെ, ഒരു MLA-യോടോ MP-യോടോ എന്ത് വേണമെന്ന് ചോദിക്കാതെ ഇവിടെ നോട്ട് നിരോധിച്ചു, GST നടപ്പിലാക്കി, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി, കാർഷിക നയം നടപ്പിലാക്കി, വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി. ആരും അറിയാതെ, ഒരാൾ പോലും അറിയാതെ, ഒരു കുഞ്ഞു പോലും അറിയാതെ ഒരു വെബിനാറിൽ പങ്കെടുത്ത 16-18 പേരൊഴികെ ഈ 140 കോടിയിൽ പരം ജനങ്ങളിൽ ആരും അറിയാതെ ഒരു സാംസ്കാരിക നയം ഇന്ത്യയിൽ നടപ്പാക്കി. അങ്ങനെ നടപ്പാക്കിയിടത്ത് അടുത്ത വർഷം ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നിടത്ത് ഈ ഭരണഘടനയ്ക്ക് എന്ത് കാര്യം? അപ്പൊ ഈ വാഗ്ദാനത്തിന് എന്ത് കാര്യം?
മനുവാദം അനുസരിച്ച്, മനുസിദ്ധാന്തങ്ങൾ അനുസരിച്ച്, വർഗീയതയനുസരിച്ച്, ആചാരക്രമങ്ങൾ അനുസരിച്ച് ആർത്തവം ഉൾപ്പെടെയുള്ള സ്ത്രീയുടെ വിശുദ്ധിയെ തള്ളി പറഞ്ഞുകൊണ്ട് പൊതു ഇടങ്ങളിൽ സ്ത്രീക്ക് ഇടം നിഷേധിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടായാൽ പിന്നെ 33.3 എന്നല്ല 3% ഉണ്ടായിട്ട് സ്ത്രീ എവിടെ? ദളിതൻ എവിടെ? പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെവിടെ? ന്യൂനപക്ഷങ്ങൾ എവിടെ? ഇതൊക്കെയാണ് ഇന്നത്തെ സാംസ്കാരിക ഇടങ്ങളിൽ. അത് ഇന്നേ നമ്മളുടെ തലയിൽ നിന്ന് ബ്രെയിൻ വാഷ് ചെയ്ത്, വാഷ് ഔട്ട് ചെയ്ത് കളയുക അത്തരം ചിന്തകൾ എന്നുള്ളിടത്താണ് സീരിയലുകളും സിനിമകളും ഇന്ന് അവരില്ലാതെ പോകുന്നത്. ബ്രെയിൻ വാഷ് ചെയ്ത്, വാഷ് ഔട്ട് ചെയ്ത് വെറും മരപ്പാവകളെ പോലെ ഇരിക്കുന്ന തലച്ചോറിന് മുമ്പിൽ മനുവാദ സിദ്ധാന്തം ഭരണഘടനയാകുന്ന ഇടങ്ങളിൽ 33.3 അല്ല 100% സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാലും സ്ത്രീകൾ എവിടെ? സ്ത്രീ പദവി എവിടെ? ആ ഇന്ത്യയിലാണ് ഈ ചോദ്യങ്ങളുടെ പോലും അർത്ഥം മനസ്സിലാവാത്തത്ര, പ്രത്യേകിച്ചും കണ്ണൂർക്കാർക്ക് സ്ത്രീധനം പോലും എവിടെയെന്ന് ചോദിച്ചാൽ അറിയില്ലാത്ത കണ്ണൂർക്കാർ. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം സ്നേഹത്തോടെ, സംപൂജയോടെ, റെസ്പെക്റ്റോടുകൂടി, ബഹുമാനത്തോടുകൂടി പുരുഷൻ ഇരിക്കുന്നതിനേക്കാൾ മുമ്പേ കസേരയിട്ട് സ്വന്തം ഭാര്യയെ എഴുത്തുന്ന ഒരു ജനതയ്ക്ക്, ഈ പാർശ്വവൽക്കരണത്തിന്റെ വേദന പോലും അറിയാത്തൊരു ജനതയ്ക്ക് നമുക്കേ ജാഗ്രതയാവാൻ പറ്റൂ, നമുക്കേ ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റൂ, നമുക്കേ ഇത് വേണമെന്ന് ശഠിക്കാൻ പറ്റൂ, നമുക്കേ ഇതിനു വേണ്ടി ശബ്ദമുയർത്താൻ പറ്റൂ. ഒരുപാട് ശബ്ദങ്ങൾ അവിടെ ബഹുസ്വരങ്ങളുമില്ല. ബഹുസ്വരതയുടെ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഉയരുന്ന ഒരേ ഒരു സ്വരത്തിലേക്ക്, മാനവികതയുടെ സ്വരത്തിലേക്ക്, വിഘടന സ്വരങ്ങളുടെ ഒരു ഇടം പോലും, ഇടർച്ച പോലും ഇല്ലാത്തൊരു നല്ല ലോകത്തിലേക്ക്, അതിന്റെ ഏറ്റവും വലിയ സമരാവേശവുമായി മാറേണ്ട ഒരു കേരളത്തിലേക്ക്, അതിലേക്ക് നമ്മളുടെ ഒരു ശബ്ദവും കൂട്ടായിരിക്കട്ടെ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് പി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ കവി ഇവിടെ പാടിയ പോലെ മനോഹരമായി ഒന്ന് കൂവാൻ നമുക്ക് എല്ലാവർക്കും ആകും. അത് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.